ഞാനിതാ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു. ഹിയർ ഈസ് കാന്തപുരം AP അബൂബക്കർ ഉസ്താദ്. When comes one another, ഇതുപോലൊരാൾ എന്നിവരും ഈ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യതയുള്ള ആരും ഇനി ഉണ്ടാവില്ല. അതാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം. ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കുവാനും ഈ സമൂഹത്തിന്റെ ചൈതന്യമായി ശക്തിയായി പോകുവാനും അല്ലാഹു അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പശ്ചിമ ബംഗാളിലേക്ക് പോയാൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ വിധം ആരാധനാലയങ്ങളും പഠന സ്ഥാപനങ്ങളും നിർമ്മിച്ചു കൊടുത്തു. മൈസൂരിലേക്ക് നിങ്ങൾ പോയി നോക്കിയാൽ കാന്തപുരം ഉസ്താദിന്റെ സാരഥ്യത്തിൽ നടക്കുന്ന മതസ്ഥാപനവും പള്ളിയും കാണാം. ഞാൻ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമായി അവിടെ കുറച്ചു ദിവസം കഴിച്ചുകൂട്ടാൻ അവസരം ലഭിച്ചയാളാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ പോയി, കുടിവെള്ളം പോയി, അതുപോലെ തന്നെ അവർക്ക് ജീവിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങൾ പോലുമില്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം, അവിടുന്ന് വിദ്യാഭ്യാസമില്ല, ജീവജലമില്ല, അങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാരുണ്യത്തിന്റെ കാൽപെരുമാറ്റങ്ങൾ, കാലത്തിന്റെ കാലച്ചയുമായി കാന്തപുരം ഉസ്താദിന്റെ കടന്നുവരവ് മൈസൂർ മക്കളുടെ ഹൃത്തടങ്ങളിലേക്ക് ശാന്തിയുടെ തെളിനീർ കൊടുക്കുന്നത്. നിങ്ങളിന്ന് പോയി നോക്കിക്കോളൂ. അവിടുന്ന് മൈസൂരിലെ ഗൗസിയ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉയർന്നു നിൽക്കുന്ന മർക്കസിന്റെ സ്ഥാപനവും അടുബന്ധ സേവനങ്ങളും പരിസരവാസികൾക്ക് ആവശ്യമായ കുടിവെള്ളവും ജീവജലവും നൽകിക്കൊണ്ടാണ് മർക്കസു സഖാഫത്ത് സുന്നിയ അവിടെ സേവനങ്ങൾ ആരംഭിച്ചത്. അതുപോലെ ബാംഗ്ലൂരിലേക്ക് പോയി നോക്കിയാൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് നോക്കിയാൽ, അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് ചെല്ലുമ്പോ സുനാമിയുടെ പേരിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലായ്മ ചെയ്യപ്പെട്ടപ്പോ പല ആളുകളും അനുശോചനങ്ങളും വേദനകളും മാത്രം വാചികമായി പങ്കുവച്ചപ്പോ കാന്തപുരം ഉസ്താദിന്റെ സേവനയുക്തമായ വാചകങ്ങൾ അന്തമാരുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നു. ഇപ്പോൾ അവിടെ പഠിക്കാൻ അനാഥരായ മുഴുവൻ മക്കളെയും മർക്കസ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി അറിയിക്കുകയും അവിടെ മർക്കസു സഖാഫത്ത് സുന്നിയുടെ കീഴിൽ മഹത്തായ ഒരു സ്ഥാപന സമുച്ചയത്തിന് അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇതുപോലെ കാലത്തിന്റെ കർമ്മയോഗി കടന്നു ചെല്ലേണ്ട വഴികളിലെല്ലാം കൃത്യമായി കടന്നു ചെന്നുകൊണ്ട് സേവനയുക്തമായി മുന്നോട്ട് പോയതിന്റെ ശോഭനമായ ചിത്രങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള ശുഭമുഹൂർത്തമാണ് 33ാം വാർഷിക 15ാം ശരദദാന മഹാസമ്മേളനം. നിങ്ങൾക്കറിയുമോ, രാഷ്ട്രീയപരമായ സങ്കുചിത താൽപര്യങ്ങളുടെ പേരിൽ മത താൽപര്യങ്ങളെ പണയം വെക്കാനായിരുന്നില്ല കാന്തപുരം ഉസ്താദിന്റെ താൽപര്യമാറ്റങ്ങൾ. ഇവിടെ ആര് ഭരിച്ചാലും സേവന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ കർമ്മയുക്തമായ മുന്നോട്ട് പോക്കുകൾക്കും യാതൊരു വഴിമുടക്കും ഉണ്ടാകാൻ പാടില്ലെന്ന് കണിശമായി ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. ഭൗതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും കൃത്യമായ അനുവാദത്തിലൂടെ അവരെ പരിപാലിച്ചു കൊണ്ടുപോവുകയും ഈ സമൂഹത്തിന്റെ ശബ്ദമായി അജയ്യമായ പ്രഖ്യാപനമായി ഖമറുൽ-ഉലമ കാന്തപുരം ഉസ്താദ് അവർകൾ ഉയർന്നു വരികയായിരുന്നു. നിങ്ങൾക്കറിയുമോ, ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ മുഴുവനും തെറ്റിദ്ധാരണയുടെ പുകമറയിൽ അകപ്പെടുത്തുവാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു. ആരോപണത്തിന്റെ നൂലാമാലകൾ കൊണ്ട് ബന്ധനം നടത്തുവാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു. അവിടെയെല്ലാം കാന്തപുരം ഉസ്താദ് അവർകൾ അല്ലാഹുവിൽ തവക്കുലാക്കി സമുദായത്തോട് സമാധാനത്തിന്റെ മണിമന്ത്രം മുഴക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൃത്യമായി പങ്കാളികളായവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആരോപിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മർക്കസു സഖാഫത്ത് സുന്നിയുടെ മഹനീയമായ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിനെതിരെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ട് മുസ്ലിം സമുദായത്തെ എവിടെയൊക്കെയോ പുകമറകളിൽ അസ്തമിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മുമ്പിൽ താക്കീദിന്റെ ഘോര ശബ്ദങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ തക്ബീർ ധ്വനികളോടെയാണ് ഏറ്റെടുത്തതെന്ന് കഴിഞ്ഞകാല സമ്മേളനത്തിന്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് വകതിരിവ് നൽകുന്നതാണ്. അതുകൊണ്ട് ആധുനിക ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാമിനെ ആത്മാഭിമാനത്തോടെ അടയാളപ്പെടുത്തുവാൻ അജയ്യമായ പണ്ഡിത നേതൃത്വത്തിന് മുമ്പിൽ മുന്നോട്ട് പോകുന്ന മഹത്തായ ഈ സമുച്ചയത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ വിശാലമായ ഒരു ഖജനാവ് കണ്ടുകൊണ്ടായിരുന്നില്ല കാന്തപുരം ഉസ്താദ് മർക്കസു സഖാഫത്ത് സുന്നിയ തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭൗതികമായ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടായിരുന്നില്ല. ആത്മാർത്ഥമായി അല്ലാഹുവിൽ
അള്ളാഹുവിന്റെ മാർഗത്തിൽ തവക്കുലാക്കി ഇറങ്ങിയപ്പോ ആദർശബോധവും കർമ്മയുക്തതയുമുള്ള ഈ സമുദായം കാന്തപുരം ഉസ്താദിനെ കൈവെള്ളയിൽ ഏറ്റെടുക്കുകയും ആരോപണത്തിന്റെ നൂലാമാലകളെ കൊണ്ടൊരു കർമ്മയോഗിയെ കബറടക്കാൻ ശ്രമിച്ചവർ അവരവരുടെ ദൗത്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ കാലത്തെ കീഴടക്കാവുന്ന പാൽപുഞ്ചിരിയുമായി കാന്തപുരം ഉസ്താദ് കർമ്മയോഗിയായി കർമ്മഗോതയിൽ നിലകൊള്ളുകയായിരുന്നു. ആരോപണത്തിന്റെ നൂലാമാലകളെ കൊണ്ട് ഇറങ്ങിത്തിരിച്ച മഹത്തായൊരു പൗണ്ഡിത ദൗത്യത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് 21ാം നൂറ്റാണ്ടിൽ വിളിച്ചു പറയുന്ന അജയ്യമായ ശബ്ദമാണ് കാന്തപുരം ഉസ്താദിൽ നിന്ന് കാലം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരുപാട് ദൗത്യങ്ങൾ ചെയ്യാനുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. ഇവിടെയുള്ള പാവപ്പെട്ടവരെ ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടാകണം. രാഷ്ട്രീയ താൽപര്യങ്ങൾ, ഭരണപക്ഷ പ്രതിപക്ഷ താൽപര്യങ്ങളുടെ താളഭേദങ്ങൾക്കനുസൃതമായി കയറിയും ഇറങ്ങിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ കാറ്റിന്റെ ഗതി മാറുന്നത് പോലെ എപ്പോഴും എങ്ങോട്ടുമൊക്കെ മാറിക്കൊണ്ടിരിക്കാം. പക്ഷേ ഇവിടെ കൃത്യമായി നിർവഹിക്കപ്പെടേണ്ട ദൗത്യങ്ങൾ താളഭേദങ്ങളില്ലാതെ നിഷ്ഠയോടെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, രാഷ്ട്രത്തോട് കർമ്മബോധമുള്ള ആളുകളായി വളർന്നു വരണമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സമൂഹത്തെ കേവലമായ ഒരു സ്ഥാപനം നടത്താൻ മാത്രമായിരുന്നില്ല. അവിടുന്ന് മതവിദ്യാഭ്യാസമുള്ള സമുദായത്തെ ഭൗതികത തലക്ക് പിടിച്ച ആളുകൾ അവഗണനയുടെ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ ഈ കാലത്തിന് കർമ്മയോഗികളായി കടന്നു വരേണ്ടവർ അള്ളാഹുവിന്റെ മതത്തെ പഠിച്ചവരും ധാർമ്മിക വിദ്യാഭ്യാസമുള്ളവരുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിലാസമാകുന്ന തലപ്പാവ് പണയം വെച്ചുകൊണ്ടല്ല ലിബറലിസത്തിലേക്ക് കടന്നു വന്നത്. ബഹുമാനപ്പെട്ട ആദരണീയരായ കാന്തപുരം ഉസ്താദ് അവർകൾ ഭൗതികതയുടെ മേച്ചിൽപ്പുറങ്ങളിൽ മതത്തിന്റെ അസ്ഥിവാരങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടല്ല നവോത്ഥാനത്തെ ആവശ്യപ്പെട്ടത്. ഈ കാലഘട്ടത്തിൽ പല ആളുകളും മതത്തിന്റെ നവോത്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നവരുണ്ടാകാം. അവരാദ്യം തലപ്പാവ് വലിച്ചെറിഞ്ഞിട്ടായിരിക്കും, വെള്ളവേഷം ഒഴിവാക്കിയിട്ടായിരിക്കും, മെമ്പറുകൾ പരിഷ്കരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ മതത്തിന്റെ നവോത്ഥാനം ആവശ്യപ്പെട്ടത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ മലർവനിയിലിരുന്ന മാലോകരുടെ മോചനത്തിന്റെ നിറഭരിയായി കാണിച്ചു തന്ന മാതൃകയുടെ മണിമകുടങ്ങളെ പണയം വെക്കാതെ കാലഘട്ടത്തോട് സംവദിക്കാനുള്ള പണ്ഡിത യോഗ്യരായ ആളുകളെ പാദപ്പെടുത്തിയെടുത്താൽ കർമ്മയുക്തമായി തിരിഞ്ഞിറങ്ങിയ കാന്തപുരം ഉസ്താദ് അവർകൾ ഇസ്ലാമിന്റെ ഒരു സിംബലിനെയും മാറ്റിവെച്ചില്ല. അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലേക്ക് കടന്നുപോയപ്പോ കാന്തപുരം ഉസ്താദിന്റെ ഏതെങ്കിലും ഭാവങ്ങൾ മാറിപ്പോയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് മുസ്ലിങ്ങളുടെ ശബ്ദം ആത്മാഭിമാനത്തോടെ പറയാൻ കടന്നു ചെന്നപ്പോ പണ്ഡിതന്റെ വേഷമോ അതുപോലെ തന്നെ പണ്ഡിതന്റെ വിലാസമോ മാറ്റിവെക്കേണ്ടി വന്നില്ല. ആധികാരികമായി മതവിജ്ഞാനം കൈകാര്യം ചെയ്തുകൊണ്ട് കാലത്തോട് ആവശ്യമുള്ള വിധത്തിൽ ഇടപെടാൻ കടന്നു വന്ന ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഉസ്താദ് അവർകളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ആത്മാർത്ഥമായോ അല്ലാതെയോ അറിഞ്ഞോ അറിയാതെയോ ലോകം മുഴുവൻ അടക്കം പറയുമ്പോഴെങ്കിലും കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ മാതൃകായോഗ്യമാണെന്ന് തിരിച്ചറിയാതിരിക്കില്ല. നിങ്ങൾക്കറിയുമോ എന്തെല്ലാം ആരോപണത്തിന്റെ കനൽക്കടകളെയാണ്, കനൽപഥങ്ങളെയാണ് കാന്തപുരം ഉസ്താദ് ചവിട്ടി പിന്നോട്ടാക്കിയത്. ഒരാളോടും ഒരാക്ഷേപത്തിന്റെ സ്വരവും അവിടുന്ന് വന്നില്ല. വിമർശകന്മാരോട് പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ ഉണ്ടായില്ല. ആരോപണത്തിന്റെ നൂലാമാലകളെ കൊണ്ട് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരോട്, അതുപോലെ തന്നെ അഭിഷേകങ്ങൾ കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ മൂലക്കിരുത്താൻ ശ്രമിച്ചവരോട് കാന്തപുരം ഉസ്താദ് അവർകൾ അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയില്ല. തനിക്കു ചെയ്യേണ്ട ചില ദൗത്യമുണ്ടെന്ന കർമ്മബോധത്തോടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇറങ്ങിയപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമേഖലകളെ ഒരുപോലെ സമഞ്ജസമായി സമ്മേളിച്ച് വ്യത്യസ്തങ്ങളായ മേഖലകളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോയപ്പോ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകത്തിനു നൽകി ലോകം മുസ്ലിമീങ്ങൾ മുഴുവനും ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സമ്മതവും പ്രാമാണികവുമായ ഗ്രന്ഥമാണെന്ന് പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയുടെ ദർസ് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ദിവസം ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, പാതിരാവേറെ വൈകുവോളം ഈ സമുദായത്തിന്റെ ദീനരോധനങ്ങൾക്ക് പരിഹാരം കാണാൻ നെട്ടോട്ടമോടിയിട്ട് വൈകിട്ടെത്തിയാൽ പോലും കാന്തപുരം ഉസ്താദ് അവർ സുബഹി നിസ്കാരം കഴിഞ്ഞ് ലോകീക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലം തങ്ങളുടെ വിശുദ്ധ വജസ്സുകളുടെയും മഹനീയ സുന്നത്തുകളുടെയും സമീക്ഷയാകുന്ന സഹീഹുൽ ബുഖാരി തുറന്നു വെച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ മഹത്തായ ഭണ്ഡാരം തുറക്കുകയും അതാ സഞ്ചരിക്കുന്ന വിജ്ഞാനകോശമായി നൂറുകണക്കിന് വരുന്ന യുവ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഹദീസിന്റെ അന്തർതലങ്ങളെ ആധികാരികമായി വിശദീകരിച്ച് അവിടുന്ന് സംവാദയോഗ്യരായ പണ്ഡിതന്മാരോട് പരിഹാരമായി വിജ്ഞാനത്തിന്റെ നിറധരികളെ തുറന്നുകൊടുത്തിട്ട് കർമ്മവീതിയിലേക്ക് ഇറങ്ങുന്ന പണ്ഡിതൻ പിന്നീട് വേണ്ട ദൗത്യങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ സഹീഹുൽ ബുഖാരിയുടെ ദർസ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് നാടിന്റെ നാനാഭാഗത്ത് നിന്ന് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കവാടത്തിൽ കാത്തു നിൽക്കുകയാണ്. MP ആയതിന്റെ പേരിലല്ല, MLA ആയതിന്റെ പേരിലല്ല, മന്ത്രിയായതിന്റെ പേരിലല്ല, ഭൗതികമായ ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ കൈയാളിയതിന്റെ പേരിലല്ല, മറിച്ച് കർമ്മയോഗിയായി കാലം തിരിച്ചറിഞ്ഞ ഒരു പണ്ഡിതന്റെ പടിവാതിക്കൽ ഞങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് തിരിച്ചറിയുന്ന ആളുകളാണ് കാരന്തൂര് മർക്കസുസ് സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനത്തിന്റെ കവാടത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതിൽ വീട് വെക്കാനുള്ള ആളുകളുണ്ട്, മക്കളെ കെട്ടിച്ചയക്കാനുള്ളവരുണ്ട്, മക്കളെ പഠിപ്പിക്കാനയക്കേണ്ടവരുണ്ട്, പുതിയ ജോലികൾ കിട്ടേണ്ടവരുണ്ട്. ആത്മീയവും ഭൗതികവുമായ നിരവധി ആവശ്യങ്ങളെ മാതൃകായോഗ്യനായ പണ്ഡിതന്റെ പടിവാതിൽക്കൽ അവതരിപ്പിച്ചാൽ പരിഹാരത്തിന് വഴി തുറക്കുമെന്ന് കൃത്യമായി സൂക്ഷിച്ച് മനസ്സിലാക്കിയ ആളുകൾ ഉസ്താദ് അവരുടെ മുമ്പിലേക്ക് വന്നു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഇസ്സത്ത് കൊണ്ട് പരിഹാരത്തിന്റെ പറുദീസ വിരിച്ച് സമാധാനത്തിന്റെ വഴിയിലേക്ക് ആളുകളെ കടത്തിക്കൊണ്ടുവരാൻ ഉസ്താദ് അവർക്ക് കഴിഞ്ഞു. നിങ്ങൾക്കറിയുമോ, മർക്കസിന്റെ കീഴിൽ വ്യാപിച്ചു കിടക്കുന്ന സ്ഥാപനങ്ങളിലായി 10,000-ത്തിലേറെ വിദ്യാർത്ഥികൾ മതേതര വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും കാലത്തിന്റെ പുരുഷന്മാരായി വാഴ്ത്തപ്പെടാൻ മാത്രം മാതൃകായോഗ്യമായ വിദ്യാഭ്യാസത്തിന്റെ വീതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആത്മീയ കേരളത്തിന്റെ വിലാസം എന്ന് ആരുടെ കയ്യിലാണ്? ഒരുപാട് പണ്ഡിതന്മാർ, അതുപോലെ തന്നെ നിരവധി സാദാത്തുക്കൾ, എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഇസ്ലാമിന്റെ ആധികാരികമായ ശബ്ദം ആരുടെ കയ്യിലാണെന്ന് ചോദിക്കുമ്പോ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ചിലപ്പോൾ പല ആളുകളും വന്നേക്കാം. രണ്ടാമത് ചോദിക്കട്ടെ, ആത്മാർത്ഥമായി പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാരമ്പര്യം ഏറ്റെടുത്ത് ഇസ്ലാമിന്റെ വേഷഭൂഷാദികൾ പോലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമ്പരാഗതമായി മാലിക് ബിൻ ദീനാറിൽ നിന്ന്, മാലിക് ബിൻ ഹബീബിൽ നിന്ന്, ഉമറുൽ ഖാദിയിൽ നിന്ന്, ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളിൽ നിന്ന്, അതുപോലെ കഴിഞ്ഞുപോയ മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ മഹനീയമായ പാരമ്പര്യത്തിന്റെ പറുദീസയിൽ സ്ഖലിതം ചേർക്കാതെ ആനുകാലികതയോട് സംവദിക്കാൻ പറ്റുന്ന വിധത്തിൽ പണ്ഡിത സമൂഹത്തെ മുഴുവനും സംഗമിപ്പിക്കുവാനും ആജ്ഞാശക്തിയോടെ നേതൃത്വം നൽകാനും പറ്റുന്ന ഏതു പണ്ഡിതനാണ്, പണ്ഡിത സമൂഹമാണ് ഖമറുൽ ഉലമയുടെയും താജുൽ ഉലമയുടെയും സാരഥ്യത്തിൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനത്തിന് പുറത്ത് വേറെ എവിടെയാണുള്ളത് എന്ന് ആത്മാർത്ഥമായി ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേവലമായ അവകാശവാദമല്ല, അഹ്ലുസുന്നയുടെ ആദർശങ്ങളെ തകർക്കാനിറങ്ങിയവർക്ക് മുഖ്യ ശത്രുക്കളായി മാറിയത് ആദർശത്തിന്റെ കാൽവെപ്പുകൾ നടത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்களுം അനുബന്ധ സേവനങ്ങളുമായിരുന്നു. നിങ്ങൾക്കറിയുമോ, അങ്ങ് വടക്ക് ജാമിഅ അശ്അരിയയും, ഇന്ന് കണ്ണൂർ മർക്കസുസ് സഖാഫ് അൽ മഖറുസ് സുന്നിയിൽ ഇസ്ലാമിയയും, കോഴിക്കോട് മർക്കസുസ് സഖാഫത്ത് സുന്നിയയും, അങ്ങ് വയനാട്ടിൽ ദാറുൽ ഫലാഹും, ഇപ്പുറത്ത് മലപ്പുറം ജില്ലയിലെ മഅദനുസ് സഖാഫത്തുൽ ഇസ്ലാമിയയും, പാലക്കാട് ജില്ലയിലെ മർക്കസും, അതേപോലെ തൃശൂർ ജില്ലയിലെ മമ്പാറും, എറണാകുളം ജില്ലയിലെ ജാമിഅ അശ്അരിയയും, ആലപ്പുഴ ജില്ലയിലെ മജ്ലിസുസ് സഖാഫത്തുൽ ഇസ്ലാമിയയും, പത്തനംതിട്ട ജില്ലയിലെ അൽ ഇഹ്സാനും, കോട്ടയം ജില്ലയിലെ മർക്കസും, കൊല്ലം ജില്ലയിലെ ഖാദിസിയും, തിരുവനന്തപുരം ജില്ലയിലെ മഖ്ദൂമിയയും, ഇങ്ങനെ 14 ജില്ലകളിലെയും ഓരോ സ്ഥാപനങ്ങൾ മാത്രമാണ് ഞാൻ എണ്ണിയതെങ്കിൽ ആയിരക്കണക്കിന് സ്ഥാപന സമുച്ചയങ്ങളും പള്ളികളും അവിടുന്ന് കർമ്മയോഗിയായ പണ്ഡിതന്റെ കരസ്പർശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുമ്പോ അതിലെല്ലാമായി ലക്ഷക്കണക്കിന് അനാഥരും അതുപോലെ തന്നെ പാവപ്പെട്ടവരും വിജ്ഞാനം നേടിക്കൊണ്ടിരിക്കുകയും നിരവധി അബലരും ആശ്രയമില്ലാത്തവരുമായ ആളുകൾ അവലംബം അനുഭവിച്ചുകൊണ്ട് സമാധാനപരമായി മുന്നോട്ട് പോകുമ്പോ നിങ്ങൾക്കറിയുമോ, പല ചേരി പ്രദേശങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന മക്കളുടെ നടുവിലേക്ക് പരിശുദ്ധമായ മർക്കസുസ് സഖാഫത്ത് സുന്നിയുടെ സ്വാർത്ഥവാഹക സംഘം കടന്നു ചെന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പൊതി വാങ്ങിയിട്ട് ഏതൊരു കർമ്മയോഗിയുടെ കണ്ണാണ് ഞങ്ങളെ തിരിച്ചറിഞ്ഞത് എന്ന് നോക്കുമ്പോ കാന്തപുരം ഉസ്താദിന്റെ
ഉസ്താദിന്റെ കടന്നുകയറ്റമാണ് ഞങ്ങൾക്ക് കാരുണ്യത്തിന്റെ കരസ്പർശം ലഭിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് ദീനരോധനങ്ങളുടെ നടുവിൽ കിടന്നുകൊണ്ട് ഒരു നേരത്തെ സഹായത്തിന് വേണ്ടി യാചിച്ചുകൊണ്ടിരുന്നവരുടെ കയ്യിലേക്ക് മർക്കസിന്റെ സഹായപ്പൊതികൾ എത്തുമ്പോ അള്ളാഹുവിനെ തുതിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ പ്രാർത്ഥിക്കുന്നവരെയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, ഇവിടെ ഒരുപാട് സംഘടനകൾ വിപ്ലവത്തിന്റെയും ഊർജത്തിന്റെയും വാദങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വന്നവരുണ്ട്. പണ്ഡിത വേഷധാരികളുമല്ലാത്തവരും യുവജനങ്ങളോട് തീവ്രമായ വിചാരങ്ങളെ ഊതിക്കാച്ചിയിട്ട് തെരുവിലേക്ക് വലിച്ചിറക്കി ഈയാമ്പാറ്റകളെ പോലെ നിമിഷജീവികളാക്കാൻ ശ്രമിച്ചവരുണ്ട്. അവരുടെ കടന്നുകയറ്റത്തെ ചെറുത്തു നിൽത്തുവാനും സമാധാനപരമായി മുന്നോട്ട് പോയി പ്രവർത്തിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം നൽകി. വിദ്യാർത്ഥി യുവജനങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ കൃത്യമായ നിർദ്ദേശം നൽകി നയിച്ചു കൊണ്ടുപോകുന്ന പ്രസ്ഥാനം ഏതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർക്കസു സഖാഫത്തി സുന്നിയ എന്ന് പറയുന്നത് കേവലമായ ഒരു സ്ഥാപനമല്ല, ഒരുപാട് മഹനീയമായ സന്ദേശങ്ങളെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന, കാലത്തിന്റെ മൈക്രോകോസ്മായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ സന്ദേശത്തിന്റെ സമീക്ഷയാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത്, നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കേണ്ട പല സ്ഥലങ്ങളുമുണ്ട്. ഇപ്പോഴും ഉത്തരേന്ത്യയിലെ ചേരി പ്രദേശങ്ങളിൽ അവകാശം നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട മക്കളുണ്ട്. അവിടെ നടക്കുന്ന കലാപത്തിന്റെ തീജ്വാലകൾ എടുത്തുയർത്തിയിട്ട് വേറെ കുറെ കലാപങ്ങൾ സൃഷ്ടിക്കലല്ല നമുക്ക് വേണ്ടത്. അവിടത്തെ കലാപത്തിനിരയായവർക്ക് സമാധാനം നൽകലാണെന്ന് മനസ്സിലാക്കിയാണ് ഗുജറാത്തിന്റെ മണ്ണിലേക്ക് ചെന്ന് അവകാശം നിഷേധിക്കപ്പെട്ടവർക്ക് സമാധാനം നൽകുവാനും അടിസ്ഥാന സൗകര്യം ചെയ്തു കൊടുക്കാനും കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ കടന്നു ചെന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെ വിഷമം അനുഭവിച്ചുകൊണ്ട് ന്യൂനപക്ഷം അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പോകുമ്പോ അവിടെ നിന്ന് കടന്നു വരുന്ന മക്കൾക്ക് രാജ്യബോധവും രാഷ്ട്രബോധവും സാംസ്കാരിക ബോധവും വിദ്യാഭ്യാസ ബോധവും നൽകുക എന്നതാണ് അനിവാര്യമായ ദൗത്യമെന്ന തിരിച്ചറിവിലാണ് മർക്കസിന്റെ സേവന പ്രവർത്തനങ്ങളെല്ലാം കടന്നു പോകുന്നത്. നിങ്ങൾക്കറിയുമോ, ആഗോളതലത്തിൽ അജയ്യമായി ഉയർന്നു വരുന്ന ഇസ്ലാമിന്റെ വിലാസമായി ഖമറുൽ ഉലമാ ഉസ്താദ് അവരുടെ ശബ്ദം വളർന്നു വരികയാണ്. നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വിവിധങ്ങളായ രാഷ്ട്രങ്ങളിൽ നിന്ന് ലോക ഇന്റർനാഷണൽ ലെവലിൽ ഇസ്ലാമിന്റെ അനൗൺസ്മെന്റ് എന്തായിരിക്കണമെന്ന് ആലോചിക്കുമ്പോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വിളിക്കുകയാണ്. ദുബൈയിലെയും അബുദാബിയിലെയും മക്കയിലെയും മദീനയിലെയും മൊറോക്കോയിലെയും അതുപോലെ തന്നെ ഇസ്ലാമിക മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രങ്ങളുടെയും സാരഥ്യം അനുഭവിക്കുന്നവരും ഭരണാധികാരികളും വളരെ കൃത്യമായി ഖമറുൽ ഉലമാ ഉസ്താദ് അവர்களോട് മുഷാവറ നടത്തുകയാണ്. ഈ വിഷയത്തിൽ എന്താണ് തീരുമാനം പറയേണ്ടതെന്ന്. കാരണം കർമ്മയോഗിയായ പണ്ഡിതന്റെ മസ്തിഷ്കത്തിൽ തെളിഞ്ഞു വരുന്ന കർമ്മധാരകൾ കാലത്തിനാവശ്യമാണെന്ന് തിരിച്ചറിയാൻ പുറത്തുള്ള പണ്ഡിതന്മാർക്കും ആത്മാർത്ഥതയുള്ളവർക്കും കഴിഞ്ഞു എന്നതിന്റെ തെളിവാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ചമ്മട്ടികൾക്ക് വിധേയമാകാതെ, ഏതെങ്കിലും രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വിധേയമാകാതെയാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഉസ്താദ് അവർ ഈ സമുദായത്തെ മുന്നോട്ട് നയിച്ചത്. അപ്പോൾ പല ആളുകളും പല ദിക്കിൽ നിന്നും വിലയിരുത്തിയവരുണ്ടാകാം. തൽക്കാലം ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോഴൊന്നും ആരോപണത്തിന്റെ നൂലാമാലകൾക്ക് മറുപടി പറയുന്നതിന് പകരം കൃത്യമായി ചെയ്തു തീർക്കേണ്ട ദൗത്യത്തിലേക്ക് കടന്നു പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയുമോ, ഇവിടെ ഏത് ഗവൺമെന്റുകൾ ഭരിക്കുമ്പോഴും നമുക്കാവശ്യമായ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരുടെ സഹായങ്ങളും സഹകരണങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അതേ സമയത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും സമദൂര സിദ്ധാന്തം നിലനിർത്തുകയും രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നവരോട് സഹവർത്തിത്വം അറിയിക്കുകയും അതേ സമയത്ത് അവകാശങ്ങളെയോ രാജ്യത്തിന് അപമാനകരമായ കാര്യങ്ങളിലോ ഇടപെടുന്നവരോട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന വിധത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ താൽപര്യങ്ങളെയും സമുദായത്തിന്റെ ആവശ്യങ്ങളെയും കൃത്യമായി അജണ്ട ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ നമുക്ക് മാതൃകായോഗ്യമായൊരു സമൂഹമായി വളർന്നു വരാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുകയായിരുന്നു ഉസ്താദ് അവർ ചെയ്തത്. ഒരു ഭാഗത്ത് ക്യാമ്പസ് നിരീശ്വരവാദത്തിന്റെ തലങ്ങളുമായി പുതിയ യുവജനങ്ങളെ മുഴുവനും വിലക്കെടുക്കാൻ ശ്രമിച്ചപ്പോ പാടില്ല ഭൗതികമായ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന്റെയും നിഷേധമായി കൂടാ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ദഅവാ കോളേജുകൾ രൂപപ്പെട്ടത്. അങ്ങനെ രണ്ട് വിദ്യാഭ്യാസവും മർക്കസിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും വിജ്ഞാനം നേടിയ ആളുകൾ ഇന്ന് വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും
പരിപഠനവും സേവനവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമിന്റെ വിലാസം ഉയർത്തിക്കൊണ്ടു പോകാൻ കർമ്മയോഗിയായ പണ്ഡിത യുഗപുരുഷന്റെ കൃത്യമായ ഇടപെടലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും 33-ാം വാർഷിക 15-ാം സനദ്ദാന മർക്കസിന്റെ സമ്മേളനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോ അഭിമാനത്തോടെ ഞങ്ങളെ വിളിക്കുന്നത് കേവലമായ ഒരു കോൺഫറൻസിൽ പങ്കെടുത്ത് 2 പ്രസംഗം കേട്ടുവരാനല്ല, അവിടെ നിർവഹിക്കപ്പെടുന്ന മഹനീയമായ സന്ദേശങ്ങളെ ഉൾക്കൊള്ളുവാനാണ്. ലോകത്തോട് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന മഹനീയമായ ദൗത്യങ്ങളെ നാം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയുമോ, അറബേതര രാജ്യങ്ങളിൽ അവിടുന്ന് അക്ഷീണം അധ്വാനിച്ചുകൊണ്ട് കടന്നു ചെന്ന് ലോകരാഷ്ട്രങ്ങളിലുള്ള പണ്ഡിതന്മാരെ മുഴുവനും ഏകോപിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിൽ പണ്ഡിതന്മാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനം മർക്കസിന്റെ മണിമുറ്റത്ത് നടക്കുകയുണ്ടായി. UAE-യിലെയും മൊറോക്കോയിലെയും മക്കയിലെയും മദീനയിലെയും അതുപോലെ ഈജിപ്തിലെയും ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ഇന്റർനാഷണൽ ഇസ്ലാമിക് കോൺഫറൻസ് പരിശുദ്ധമായ മർക്കസു സഖാഫത്ത് സുന്നിയിൽ വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, മക്കയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട ഉമർ ജീലാനിയും അതുപോലെ തന്നെ മദീനയിൽ നിന്നുള്ള ഇബ്രാഹിം മുല്ല ഖാത്തിറുൽ അസ്സാമിയുടെ സമ്മതവും അതുപോലെ തന്നെ UAE-യിൽ നിന്നുള്ള അലിയുൽ ജിഫ്രിയുടെയും യമനിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഹഫീദ് തങ്ങളുടെയും ഈജിപ്തിൽ നിന്നും മക്കയുടെയും പ്രതിനിധിയായി വരുന്ന ബഹുമാനപ്പെട്ട ഉമർ അബ്ദുള്ള കാമിൽ തുടങ്ങിയുള്ള അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുകയും സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈജിപ്തിലെ ജാമിഅത്തുൽ അസ്ഹർ എന്ന ചരിത്ര പ്രസിദ്ധവും വിശ്വപ്രസിദ്ധവുമായ കലാലയത്തിൽ നിന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റിന് തത്തുല്യമായ സർട്ടിഫിക്കറ്റാണ് മുആദലയിലൂടെ മർക്കസിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇങ്ങനെ കാലത്തിനെ കാലോചിതമായി ചിന്തിച്ച് ഇസ്ലാമിക സമൂഹത്തെ ലോകത്തിന്റെ മാപ്പിലേക്ക് കൃത്യമായി അടയാളപ്പെടുത്താൻ അവിടുന്ന് കാന്തദർശിത്വത്തോടെ കടന്നുപോയ കർമ്മയോഗിയുടെ യുഗ സാന്നിധ്യത്തെ തിരിച്ചറിയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇത് കേവലമായ ഒരു യാദൃച്ഛികതയായി മാത്രം വായിക്കേണ്ടതല്ല, ചരിത്രത്തിന്റെ പുനരാവിഷ്കാരമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ആരായിരുന്നു? ലോകം മുഴുവനും ഇസ്ലാമിക പണ്ഡിതന്മാരെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും അറബ് രാജ്യത്ത് അറബി പണ്ഡിതന്മാരെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോ മലബാറിലെ പൊന്നാനിയിൽ നിന്ന് അറബി രചനകൾ നടത്തിയിട്ട് അറബ് ലോകത്തിന് സമ്മാനം കൊടുത്ത ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ അൽ മലൈബാരി റളിയല്ലാഹു അൻഹു, അവർ നമ്മുടെ മലബാറിന്റെ വിരിമാറിൽ നിന്ന് രചന നടത്തിയിട്ട് ഫത്ഹുൽ മുഈനും മൽഫിയുടെ വ്യാഖ്യാനവും ഇർഷാദും മുർഷിദും മദ്കിയും ഫൈലുമൊക്കെ ലോകത്തിന് സമ്മാനിച്ചപ്പോൾ അതിന് അംഗീകാരം നൽകുവാൻ വന്നതാരായിരുന്നു എന്നറിയുമോ? മക്കയിലെ ലോകപ്രസിദ്ധ പണ്ഡിതനായ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആയിരുന്നു. നാം കൃത്യമായി ചരിത്രത്തെ വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയപരമായ ഇടപെടലുകളിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ മഖ്ദൂമുമാരുടെ രചനകളായിരുന്നു സൈഫുൽ ബത്താറും തുഹ്ഫത്തുൽ മുജാഹിദീനും. രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഈ രാജ്യത്തിന്റെ നിവാസികളെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണമെന്ന് ആഹ്വാനം ചെയ്യാനും കേരളത്തിന്റെ ആധികാരികമായ ആദ്യത്തെ ചരിത്രഗ്രന്ഥം ആരുടെ പേന കൊണ്ടാണ് വിരചിതമായതെന്ന് ചോദിച്ചാൽ അവിടുന്ന് ബ്രിട്ടീഷ് ലൈബ്രറികളും അമേരിക്കയിലെ വൈറ്റ് ഹൌസിലെ ലൈബ്രറി അടക്കം നമ്മളോട് വിളിച്ചു പറയും, കേരളത്തിന്റെ ആധികാരികമായ ആദ്യത്തെ ചരിത്രഗ്രന്ഥം പൊന്നാനിയിലെ മഖ്ദൂം എന്ന സുന്നി പണ്ഡിതൻ രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീന. ആ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഒരു ഭാഗത്ത് എഴുതിയപ്പോ അതേസമയം തന്നെ മഖ്ദൂം തറവാടിൽ നിന്ന് ഫത്ഹുൽ മുഈൻ പുറത്തേക്ക് വന്നു. അതേസമയം തന്നെ ആത്മജ്ഞാനത്തിന്റെ അന്തർരഹസ്യങ്ങളെ ശിക്ഷണ മാർഗത്തിൽ കൃത്യമായി ചിട്ടപ്പെടുത്തി ആദിക്കിയ പോലെയുള്ള ഗ്രന്ഥങ്ങൾ വന്നു. ഇർഷാദിന്റെയും മുർഷിദിന്റെയും ആത്മീയ വിലാസങ്ങൾ ആധ്യാത്മികതയെ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും മട്ടുപ്പാവ് വിരിച്ചു കൊടുക്കുന്ന ഗ്രന്ഥങ്ങളാണ്. അതിന് മുഴുവനും അംഗീകാരം നൽകുവാനാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഇബ്നു ഹജൽ ഹൈതമി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ പണ്ഡിത ശ്രേഷ്ഠൻ പരിശുദ്ധമായ പൊന്നാനിയിലേക്ക് വന്നത്. എന്നാൽ നിങ്ങൾക്കറിയുമോ, അതുപോലെയാണ് കാലത്തിന്റെ കാൽവെപ്പുകളോട് ഇസ്ലാമിന്റെ വിലാസമടയാളപ്പെടുത്താൻ ആനങ്ങാംപൊയിൽ അബൂബക്കർ മുസ്ലിയാർ പള്ളി ദർസിൽ നിന്ന് പഠിച്ചെടുത്ത ആധ്യാത്മിക വ്യാഖ്യാനത്തിന്റെ അകക്കാമ്പ് കൊണ്ട് കാലത്തിന്റെ കാൽവെപ്പുകളോട് സമരസപ്പെട്ട് സേവനം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അവിടുത്തെ കാൽപാദങ്ങൾ കർമ്മയോഗിയുടെ ചുവടുവെപ്പുകളായി മുന്നോട്ട് നീങ്ങിയപ്പോൾ രാജ്യാന്തരങ്ങൾ ഭേദിച്ചു
ഉപേക്ഷിച്ചുകൊണ്ട് സേവന മനസ്കനായി കടന്നുപോയപ്പോ മർകസു സഖാഫത്ത് സുന്നിയ എന്ന മഹത്തായ ദൗത്യ നിർവഹണ തലസ്ഥാനത്തിന് ശിലാസ്ഥാപനം നടത്താൻ പരിശുദ്ധമായ മക്കയിലെ പണ്ഡിത തറവാട്ടിൽ നിന്ന് ബാബുസലാമിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലെ ബാബുസലാമിൽ ദർസ് നടത്തിക്കൊണ്ടിരുന്ന അലവി ബിൻ അബ്ബാസ് മാലിക്കി തങ്ങളുടെ മകനായ, അതേപോലെ തന്നെ മസ്ജിദുൽ ഹറാമിൽ ദർസ് നടത്തിയ മുഹമ്മദ് അലവി മാലിക്കി തങ്ങളുടെ കൈകൾ കൊണ്ടാണ് പരിശുദ്ധമായ മർക്കസിന്റെ ശിലാസ്ഥാപനം നടന്നത്. നിങ്ങൾക്കറിയുമോ, ഇത് ചരിത്രത്തിന്റെ ഒരു പുനർവായനയാണ്. ദീനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ സേവനങ്ങൾക്ക് സമ്മതം കൊടുക്കാൻ വന്ന ഇബ്നു ഹജൽ ഹൈത്തമിയുടെ പിൻഗാമിയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി തങ്ങൾ. മുഹമ്മദ് മാലിക്കി തങ്ങളാൽ ആദരിക്കപ്പെട്ട കർമ്മയോഗി ദീനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പിൻഗാമിയായ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർകളാണ്. തിരിച്ചറിയാൻ നമുക്ക് കഴിയണം, അവിടുത്തെയുടെ മഹനീയമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കേവലമായ അവകാശവാദങ്ങളല്ല, കേവലമായ ഗീർവാണങ്ങളല്ല, മറിച്ച് ഒരു ദൗത്യ നിർവഹണത്തിന്റെ ജീവിതത്തിന്റെ സേവനങ്ങളെ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമായതുകൊണ്ട് നിർവഹിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്താരാഷ്ട്ര തലത്തിൽ കേരളീയ മുസ്ലിമീങ്ങൾക്ക് വിലാസമുണ്ടാക്കി മാതൃകായോഗ്യമായി പെരുമാറുവാൻ പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് ചർച്ച ചെയ്യാനുള്ള വേദിയാണ് മർക്കസിലൂടെ രൂപം കൊണ്ടത്. അതുകൊണ്ടാണ് ഉമർ അബ്ദുല്ലാ കാമിലിന്റെ മഹനീയമായ അധരങ്ങളിലൂടെ കാന്തപുരം ഉസ്താദിന്റെ സേവനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തകനായി മക്കയിലെ മഹാനായ പണ്ഡിത യോഗ്യൻ നിരവധി ഡോക്ടറേറ്റുകൾ കരസ്ഥമാക്കി അന്താരാഷ്ട്ര ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിലെ ഡീനുകളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ അബ്ദുല്ലാ കാമിൽ കാന്തപുരം ഉസ്താദിന്റെ സഹപ്രവർത്തകനായി മാറിയത് കർമ്മയുക്തമായ പ്രവർത്തനത്തിന്റെ കൃത്യമായ വിലയിരുത്തലായിരുന്നു. അതുപോലെ തന്നെ പണ്ഡിത തറവാട്ടിലെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലുമുള്ള മുഹമ്മദ് മാലിക്കി തങ്ങളുടെ കുടുംബവും അബ്ബാസ് മാലിക്കിയുമെല്ലാം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ആദരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഷെയ്ഖ് അബൂബക്കർ അഹമ്മദിനെ ആദരിക്കുകയാണെന്ന് മാലിക്കി പ്രസ്താവിച്ചു. തങ്ങളുടെ പ്രിയ നായകന് ലോക മുസ്ലിം പണ്ഡിതർ നൽകുന്ന അപൂർവമായ അംഗീകാരത്തിന് സാക്ഷികളായി പണ്ഡിതരും സാധാരണക്കാരുമടങ്ങുന്ന 10,000 തക്ബീർ വിളിച്ചു. കോഴിക്കോട് ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിൽ മുഹമ്മദ് മാലിക്കി തങ്ങൾ വന്നപ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞത്, ജനസഞ്ചയത്തെ കണ്ടുകൊണ്ട് കേവലമായ ആരവങ്ങൾ മുഴക്കിയിട്ട് രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കുന്ന സമ്മേളനമല്ല നമ്മുടേത്. കർമ്മയോഗികളായ പണ്ഡിതന്മാരുടെയും ആധ്യാത്മികതയുടെ ഉന്നതങ്ങളിൽ വിലാസം നേടിയ ആത്മജ്ഞാനികളുടെയും പ്രവാചക പ്രവീണരുടെ മഹനീയമായ രക്തം സിരകളിൽ ഒലിച്ചുകൊണ്ടിരിക്കുന്ന സാദാത്തുക്കളുടെയും നിറസാന്നിധ്യങ്ങൾ അനുഭവിക്കുന്ന സമ്മേളനങ്ങളാണ് നമ്മുടെ സമ്മേളനങ്ങളെല്ലാം. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമ്മേളനങ്ങളാണ് മർക്കസിന്റെ സമ്മേളനം. ദിക്ർ ഹൽക്ക മാത്രമല്ല നമ്മുടെ സമ്മേളനങ്ങൾ അഖിലവും. അല്ലാഹു തആല ആ വിധത്തിൽ സമ്പൂർണവും പരിപക്വവുമാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ ജനലക്ഷങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ആദരണീയരായ മുഹമ്മദ് മാലിക്കി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇവിടെ വരുമ്പോ ഏറ്റവും വലിയ കർമ്മയോഗിയായ ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് അൽ ബാഖവിയെ ഞാൻ തിരിച്ചറിയുകയാണ്. ഇവിടെ വന്ന് നോക്കിയിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുകാരുടെ കാലത്തെ ഞാൻ ഓർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് അവരുടെ പ്രവർത്തനങ്ങളെ ആശീർവദിക്കുകയാണ്. അങ്ങ് മക്കയിൽ ഇരുന്നു കൊണ്ട് ഖുർആനിന് വ്യാഖ്യാനമെഴുതി ലോകത്തെ മുഴുവനും ഖുർആൻ വ്യാഖ്യാനം കൊണ്ട് സമ്പന്നമാക്കിയ മഹാനായ പണ്ഡിതനായ മുഹമ്മദ് അലി അസ്വാബൂനി എന്ന് പറയുന്ന നിരവധി തഫ്സീർ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് പരിശുദ്ധമായ മർക്കസിന്റെ മണിമുറ്റത്ത് വന്ന പണ്ഡിത സമ്മേളനത്തിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഉസ്താദ് അവരെ ആദരിച്ചു സ്വീകരിച്ചുകൊണ്ടാണ് കടന്നുപോയത്. അതുപോലെ മക്കയിലെ പ്രസിദ്ധ പണ്ഡിതനായ ഉമർ ജീലാനി എന്ന മഹാനായ പണ്ഡിത ശ്രേഷ്ഠർ, അതുപോലെ UAE മതകാര്യ വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അലിയുൽ ഹാഷിമിയും അലിയുൽ ജിഫ്രിയും, അവരെല്ലാവരും മർക്കസിലേക്ക് വന്ന് കാന്തപുരം ഉസ്താദിന്റെയും പ്രവർത്തനങ്ങളെയും ആശീർവദിച്ചിട്ടാണ് കടന്നുപോയത്. എന്നാൽ ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പലപ്പോഴും മുറ്റത്തെ മുല്ലേ തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം. എന്നാൽ തിരിച്ചറിവിന് വേണ്ടി കേരളത്തിന്റെ സാരഥികൾ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നുകൂടി നാം അറിയേണ്ടതുണ്ട്. ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകാം. LDF
LDF-ലും UDF-ലും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ലീഗിലും BJP-യിലും ഒക്കെ പ്രവർത്തിക്കുന്നവർ നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ ഓരോ പ്രസ്ഥാനത്തിന്റെയും സാരഥികൾ എന്താണ് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറഞ്ഞതെന്നറിയുമോ? കോൺഗ്രസിലെ സാരഥികളായ ആളുകൾ മർക്കസിലേക്ക് കടന്നു വന്നപ്പോ അവർക്ക് പറയാനുണ്ടായിരുന്നത്, പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി കഴിഞ്ഞ 29 വർഷക്കാലം ബഹുമാന്യായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്ഷണം അത് നിരാകരിക്കാൻ കേരളത്തിലെ ഒരു നേതാവിനും കഴിയുമെന്ന് തോന്നുന്നില്ല. അഥവാ നിരാകരിച്ചാൽ അവർ വിവരം അറിയും. അപ്പോൾ പിന്നെ ഈ പാവപ്പെട്ട എനിക്ക് കഴിയുമോ? ഞാൻ അതുകൊണ്ട് ഇവിടെ എത്തി. ഇന്ന് ഇസ്ലാമിന് അല്ലെങ്കിൽ കേരളത്തിലെ ഭാരതത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് എന്ത് ആവശ്യമാണ്, അവരുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് ഉപയുക്തമായ പരിഹാരം പ്രായോഗികമായി നടപ്പാക്കുന്ന മഹൽ വ്യക്തിയാണ് അദ്ദേഹം. ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന അനിഷേധ്യനായ ഒരു മതപുരോഹിതനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം മതേതരത്വത്തിന്റെ ഉജ്ജ്വലമായ വസ്തുതകൾ നിറഞ്ഞ സമീപനമാണ്. കാന്തപുരം ഉസ്താദ് എടുക്കുന്ന തീരുമാനം മത തീവ്രവാദത്തിനും അസഹിഷ്ണുതയ്ക്കുമെതിരെയുള്ള സിംഹഗർജനമായിട്ടാണ് ഞാനതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർഗീയത വളർന്നു വരുന്നു. കാന്തപുരം ഉസ്താദിന് രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും അടുത്തയാള് എന്നുണ്ടെങ്കിൽ അത് വർഗീയത അദ്ദേഹത്തിന്റെ മനസ്സിലോ പ്രവൃത്തിയിലോ ഇല്ല എന്ന് മറ്റാരേക്കാൾ കൂടുതൽ എനിക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. പലപ്പോഴും കാണാറുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്, നിങ്ങളിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ആ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനവും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവും അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രയോജനവും കൊടുക്കാൻ പലപ്പോഴും ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയം നിങ്ങളെപ്പോലെ പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികൾക്കും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കും അറിഞ്ഞ് സഹായിക്കേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്, ഭരണകർത്താക്കൾക്കുണ്ട്, ഭരണകൂടത്തിനുണ്ട്. അതിൽ വീഴ്ച പറ്റിയാൽ അതിന്റെ പേരിൽ ദോഷം സംഭവിക്കുന്നത് ഉസ്താദോ അല്ലെങ്കിൽ മർക്കസോ അല്ല, നേരെ മറിച്ച് സഹായം ചെയ്തു കൊടുക്കേണ്ട വ്യക്തികളും പ്രസ്ഥാനങ്ങളുമാണ് എന്ന തിരിച്ചറിവ് വൈകിട്ടാണെങ്കിലും മനസ്സിലാക്കാൻ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഇന്ന് തയ്യാറായിട്ടുണ്ട് എന്നത് ഈ പ്രസ്ഥാനത്തിന്റെയും ആ മഹത് വ്യക്തിയുടെയും വലിപ്പത്തെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാന്തപുരം ചെയ്തു തീർത്ത ദൗത്യങ്ങളെ ഇതുപോലെ ഒരാൾക്കും ചെയ്തു തീർക്കുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല എന്നായിരുന്നു ഒരു നേതാവിന്റെ ഭാഷ്യം. നമുക്ക് നീതി, ശാന്തി, സമാധാനം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇതെല്ലാം ഉണ്ടായാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അത് ഉണ്ടാവണമെങ്കിൽ വർഗീയതക്കും തീവ്രവാദത്തിനും എതിരായി നമുക്ക് പോരാടാൻ സാധിക്കണം. അതിനുവേണ്ടി കഴിഞ്ഞ 3-4 വർഷക്കാലത്തിനുള്ളിൽ ഞാൻ നോക്കുകയാണ് ഏത് മുസ്ലിം സംഘടനയാണ് ചെയ്യുന്നത് എന്ന്. അത് ചെയ്ത ഏക സംഘടന ഈ AP ഉസ്താദിന്റെ സംഘടന മാത്രമാണ്. അതുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്കുള്ളൊരു സവിശേഷത, നിങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വാലല്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും. അതുപോലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിൽ ഇടപെട്ട ആളുകൾ ഇസ്ലാമിന്റെ വിരോധികളാണെന്ന് വിലയിരുത്തപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകൾ പോലും കാന്തപുരം ഉസ്താദിന്റെ കൃത്യമായ ലീഡർഷിപ്പിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മർക്കസിന്റെ മണിമുറ്റത്തേക്ക് കടന്നു വന്ന ഏതൊക്കെ രാഷ്ട്രീയ സാമൂഹിക സാരഥ്യമുള്ളവരുണ്ടോ അവരെല്ലാവരും ഒരു ഭാഗത്തല്ലെങ്കിൽ മറുഭാഗത്ത് നിന്നുകൊണ്ട് പറഞ്ഞത് മർക്കസു സഖാഫത്ത് സുന്നിയുടെ മഹത്തായ സേവനങ്ങളാണ്. എനിക്ക് കാന്തപുരത്തോടുള്ള മറ്റൊരു യോജിപ്പ്, ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് കേരളത്തിൽ തീവ്രവാദത്തോട് ബന്ധപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി തീവ്രവാദം അപകടകരമാണ്,
ഈ ചെറുപ്പക്കാരുടെ പോക്ക് അപകടകരമാണെന്ന് തുറന്നു പറയാൻ അവസരം ലഭിച്ച, തുറന്നാദ്യമായി പറഞ്ഞ പണ്ഡിതനായും ഞാൻ ശ്രീ കാന്തപുരത്തെ കാണുകയാണ്. അതേപോലെ പ്രേമചന്ദ്രന്റെയും ഒക്കെ വാചകങ്ങൾ നിങ്ങൾക്കിവിടെ കേൾക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവர்கள் ഞാൻ വളരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന മത നേതൃത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്നതിനെ സംബന്ധിച്ച് സമൂഹത്തെ പഠിപ്പിക്കുന്നതിനും സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട അഭിവന്ദനായിട്ടുള്ള കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അച്ചടക്കത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഒരു സമൂഹത്തെ പഠിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ കേരളത്തിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും രാജ്യാന്തര രംഗത്തും ശ്രദ്ധേയനായിട്ടുള്ള ഒരു ആത്മീയ നേതാവ് എന്ന നിലയിൽ അംഗീകാരം സിദ്ധിച്ചിട്ടുള്ള കേരളത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട അഭിവന്ദനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർ. അവരെല്ലാം കാന്തപുരം ഉസ്താദിന്റെ സാരഥ്യത്തെ അംഗീകരിക്കുകയും സേവനങ്ങളെ വിലയിരുത്തുകയും ചെയ്തുകൊണ്ടാണ് പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഓരോ നൂറ്റാണ്ടിന്റെയും തലയിൽ ഓരോ യുഗപുരുഷന്മാരെ അല്ലാഹു തആല നിയോഗിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? ഓരോ നൂറ്റാണ്ടിന്റെയും തലപ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ യുഗപുരുഷന്മാരെ നിയോഗിക്കും. എന്തിനു വേണ്ടിയാണ്? മുജദ്ദിദ് എന്ന് പറയുന്ന നവോത്ഥാന നായകനെ, യുഗപുരുഷനെ അല്ലാഹു തആല അയക്കും. എന്തിനു വേണ്ടിയാണ്? ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹത്തിന് അഭിമാനം നൽകുവാൻ, അവർക്ക് വേണ്ടതുപോലെ സേവനം ചെയ്യുവാൻ, ഇസ്ലാമിനെതിരെ വരുന്ന വെല്ലുവിളികളെ അതിജയിച്ചുകൊണ്ട് സമൂഹത്തെ കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ. നിങ്ങൾ മനോരമ AP ഉസ്താദിനെ കുറിച്ച് വിലയിരുത്തിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സമൂഹത്തെ പ്രൊഫഷണലായി മുസ്ലിം കേരളത്തിന്റെ പ്രൊഫഷണൽ ലീഡറായി കടന്നു വന്ന പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ് എന്ന്. യൂണിഫോം മുതൽ പ്രഖ്യാപനം വരെ ഏകീകരിച്ച പണ്ഡിത ശ്രേഷ്ഠന്മാർ സമീപകാല കേരളത്തിലെ ചരിത്രത്തിലോ ഇന്ത്യയിലെ ചരിത്രത്തിലോ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും? ഞാൻ ശക്തമായ ഭാഷയിൽ തന്നെ ഈ ജനലക്ഷങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ട് താക്കീത് ചെയ്യുന്നു, പരിശുദ്ധ ഖുർആനിനെ തൊട്ട് കളിക്കണ്ട. പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ സമുദായത്തെ അക്രമികളാക്കി മാറ്റാൻ ആരും നോക്കേണ്ടതില്ല, ഒരിക്കലും അത് നടക്കുകയും ഇല്ല. കേവലമായ വാദങ്ങളല്ല, കൃത്യമായി നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അപ്പൊ സമൂലമായ മാറ്റത്തിൽ കേവലമായ വിജ്ഞാന മേഖലയിൽ മാത്രമല്ല, സേവന മേഖലയിലും പരന്നു കിടക്കുന്ന വിഭിന്നമായ മേഖലകളെ സമഞ്ജസമായി സമ്മേളിപ്പിച്ച് മാതൃകായോഗ്യമായി മുന്നോട്ട് കൊണ്ടുപോയ യുഗപുരുഷനെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുഴുവൻ സാദാത്തുക്കളെയും പണ്ഡിതന്മാരെയും ആദരിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സേവകന്മാരെ കോർത്തിണക്കി കൊണ്ടുപോയ കാന്തപുരം ഉസ്താദ് അവർ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ ആത്മീയ കേരളത്തിന്റെ സാരഥിയായി നമ്മളോട് വിട പറഞ്ഞു പോയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ശോഭനമായ ചിത്രങ്ങൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. സുന്നി ഐക്യത്തിനു വേണ്ടിയും ഭിന്നിപ്പുകൾ തുടച്ചു നീക്കുന്നതിനു വേണ്ടിയും കഠിനമായി പരിശ്രമിക്കുകയും ഐക്യത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ സ്വന്തം നേതാക്കളെ പറഞ്ഞയക്കുകയും ചെയ്ത മർഹൂം പാണക്കാട് തങ്ങൾ. ഇല്ല, സുന്നി കൈരളിക്ക് പാണക്കാട് തങ്ങളെ മറക്കാൻ സാധ്യമല്ല. ഒരുമിക്കാൻ സാധിക്കുന്ന ഒരു വേദിയും പ്രിയപ്പെട്ട തങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഇത് മംഗലാപുരത്തിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന മസ്ജിദു തഖ്വ, ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള മംഗലാപുരം മസ്ജിദു തഖ്വയുടെ ഉദ്ഘാടനത്തിന് കാന്തപുരം ഉസ്താദ് ക്ഷണിച്ചപ്പോൾ മടികൂടാതെ കടന്നുവന്നു. പാണക്കാട് തങ്ങളെന്ന ആ മാന്യതയുടെ പ്രതീകം,
ആദർശ കൈരളിയുടെ ആത്മീയ നായകരായ താജുൽ ഉലമ ഉള്ളാൽ തങ്ങളും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും മസ്ജിദ് തഖ്വയുടെ കവാടം തുറന്ന് ഉദ്ഘാടനം ചെയ്ത് മസ്ജിദ് തഖ്വ അല്ലാഹുവിനു വേണ്ടി സമർപ്പിച്ചു. 10,000 അണിനിരന്ന വിശാലമായ മസ്ജിദ് തഖ്വയിൽ നടന്ന പ്രഥമ ജമാഅത്തിന് ഇമാമായി നേതൃത്വം നൽകിയത് ആദരണീയരായ പാണക്കാട് തങ്ങളായിരുന്നു. തുടർന്ന് സമസ്തയുടെ സമന്നതരായ സാരഥികളുമായി സൗഹൃദം പങ്കുവച്ചു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിമർശനത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വിലയിരുത്തിയ ആളുകളും മർക്കസിന്റെയും കാന്തപുരം ഉസ്താദിന്റെയും സേവനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലീഗിന്റെ സെക്രട്ടറിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനും പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സേവനങ്ങളും മർക്കസിന്റെ പ്രവർത്തനങ്ങളുടെയും നല്ല ഭാഗങ്ങളെയാണ്. മർക്കസ് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഇറക്കിയ സ്ഥാപനമാണ്, യാതൊരു സംശയവുമില്ല. അവരുടെ കോൺട്രിബ്യൂഷൻ, അതിൻ്റെ സംഭാവന വലുത് തന്നെയാണ്. മാത്രമല്ല, അനവധി ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നുമുണ്ട്. ഞങ്ങളതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്നത് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ നിലക്ക് സുന്നികൾ തന്നെയാണ്. ഞാൻ സുന്നിയാണ്, സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഉണ്ട്. പ്രവർത്തനങ്ങളെയും രീതികളൊക്കെ എങ്ങനെയാണ്? വ്യക്തിപരമായി അദ്ദേഹമായിട്ട് വളരെ നല്ല ബന്ധമാണ്. അതുപോലെ തന്നെ അദ്ദേഹം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇനിയും ആ സുഹൃത്ത് ബന്ധം, വ്യക്തിപരമായ സുഹൃത്ത് ബന്ധം മാത്രമായി നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് സമൂഹത്തിന് പ്രയോജനപ്പെടാന്നുണ്ടെങ്കിൽ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം ഒഴിവാകണം എന്നുള്ള നില. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായ ഇ അഹമ്മദ് സാഹിബ് മർക്കസും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിലെ നല്ല കാര്യങ്ങളിൽ സഹകരിക്കാൻ സന്നദ്ധതയോടെ വരുന്ന ചിത്രങ്ങളാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ എല്ലാത്തിന്റെയും പുലർച്ചെ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ നേതാവാക്കായ നാംദാർ സർവറെ ആലും സർക്കാരെ ദുആലും നൂറെ മുജസ്സം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ കാലഘട്ടത്തിന്റെയും തലപ്പത്ത് ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തെ അഭിമാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളെ തടുത്തു നിർത്താനുമുള്ള കർമ്മയോഗികളായ യുഗപുരുഷന്മാരെ അല്ലാഹു തആല നിയോഗിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കിക്കോളൂ. ഒരു പക്ഷേ അത് ചരിത്രത്തിന്റെ ആവർത്തനമായിരിക്കാം. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി ആരായിരുന്നു? സമകാലികമായ വിജ്ഞാനങ്ങളെ മുഴുവനും അതിജയിച്ചുകൊണ്ട് ആദർശമടയാളപ്പെടുത്തിയ മഹാത്മാവായിരുന്നു. അപ്പോഴും ആത്മീയതയുടെ വാദം നടത്തി ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ സമൂലമായ നവോത്ഥാനത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, മറുഭാഗത്ത് ദിക്റുകൾക്ക് വേണ്ട, സലാത്തുകൾക്ക് വേണ്ട, ആത്മീയ വേദി വേണ്ട എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വരുമ്പോ രാവിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഉസ്താദ് അവർകൾ ഉച്ചയ്ക്ക് രാഷ്ട്രീയ നേതാക്കന്മാരോട് സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി സംസാരിക്കുന്ന ഉസ്താദ് സന്ധ്യാസമയമാകുമ്പോൾ ചിലപ്പോൾ ദിക്ർ ഹൽഖയിലായിരിക്കും പ്രസംഗിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ ഒരുപോലെ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ എവിടെയാണ് കാണാൻ കഴിയുക? ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസിയും സമകാലികമായ വിജ്ഞാനീയങ്ങളെ മുഴുവനും ഏകോപിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിലാസമടയാളപ്പെടുത്തിയ പണ്ഡിതനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മഹാന്മാരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാർ നിർവഹിച്ചു തീർക്കുന്ന ദൗത്യങ്ങളെ തിരിച്ചറിയാനും അവർക്ക് സഹായികളായി മാറാനും നമുക്ക് കഴിയണം. ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് കാലത്തിന്റെ ദൗത്യമേറ്റെടുത്ത് സേവന പാതയിലേക്ക് ഇറങ്ങി വന്ന കർമ്മയോഗിയായ പണ്ഡിതൻ ഉസ്താദ് അവർകൾ, അവരെ തിരിച്ചറിയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രമാണങ്ങളുടെയും നിദാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിന്റെ യുഗപുരുഷനാണ്, മുജദ്ദിദാണെന്ന് വിളിച്ചു പറയാൻ പറ്റുന്ന എല്ലാ ഗുണങ്ങളും പേഴ്സണാലിറ്റിയിൽ സമ്മേളിച്ച
മഹാനായ ഉസ്താദ് അവരുടെ പിന്നിൽ ലോക പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുകയും ആത്മീയ ലോകത്തിന്റെ അനിഷേധ്യ നായകത്വം മുഴുവനും കാരന്തൂർ മർക്കസു സഖാഫത്ത് സുന്നിയയിലേക്ക് വരുമ്പോ നിങ്ങളാരും ഇവിടെ നിൽക്കേണ്ടതില്ല. നമുക്കും അവിടെ പോയി അവരുടെ സാന്നിധ്യത്തിന്റെ മഹാത്മ്യത്തെ അനുഭവിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.